എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കുന്നത് സംഖ്യകളുടെ തുടർച്ചയായി വരുന്ന മറ്റൊരു ഭാഗമാണ്. ഒരു ചെറിയ ഭാഗമാണ്, അതായത് ശിഷ്ടത്തെ സംബന്ധിച്ച ചോദ്യങ്ങൾ. ശിഷ്ടം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. ഡിവിഷനുമായിട്ട് ബന്ധപ്പെട്ട്, ഹരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുന്ന ഒരു പദമാണ് ശിഷ്ടം. അപ്പോൾ ഈ ശിഷ്ടത്തെ ആസ്പദമാക്കി, അല്ലെങ്കിൽ കുറച്ചുകൂടി വിശാലമായ അർത്ഥത്തിൽ പറഞ്ഞാൽ ഹരണത്തെ, നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന ആ ഒരു രീതിയിൽ വരുന്ന ഹരണത്തെ ആസ്പദമാക്കി വരുന്ന കുറച്ച് ചോദ്യങ്ങളാണ് ഈ ഒരു സെക്ഷനിൽ നമ്മൾ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ചോദ്യങ്ങളെല്ലാം വളരെയധികം ആവർത്തന സ്വഭാവമുള്ള ചോദ്യങ്ങളാണ്. ഒരേ രീതിയിൽ സംഖ്യകൾ മാത്രം മാറി മാറി വരുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് മുൻവർഷങ്ങളിൽ ചോദ്യങ്ങളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ ടൈപ്പും നമ്മൾ ഡീറ്റെയിൽഡായിട്ട് 2 എക്സാമ്പിൾ വീതം വിശദമായി എടുത്തു പോകുന്നു. അപ്പോൾ ആ 2 എക്സാമ്പിൾ കൊണ്ട് നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ ടൈപ്പ് ഇനി ഒരിക്കലും നഷ്ടപ്പെടാത്ത രീതിയിൽ കൃത്യമായി മനസ്സിലാക്കുക എന്നുള്ളത് നിങ്ങളുടെ ജോലിയാണ്. ഓക്കെ, അപ്പോൾ ഓരോ ചോദ്യവും ആ ക്വസ്റ്റ്യൻ ടൈപ്പ് എന്താണെന്നും അതിൽ നമ്മൾ ഏതൊക്കെ രീതിയിലാണ് ചെയ്തു പോകേണ്ടതെന്നും കൃത്യമായി മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഷോർട്ട് കട്ടുകൾക്ക് പ്രാധാന്യമുള്ള ഒരു ഭാഗം കൂടിയാണ്. ഒരു ചോദ്യം നമ്മൾ അതിൻ്റെ എക്സാക്റ്റ് നമ്മൾ അതിൻ്റെ ന്യൂമറിക്കലായിട്ടുള്ള രീതിയിലായിരിക്കില്ല നമ്മൾ സോൾവ് ചെയ്യാം. നമ്മൾ ഈ ചോദ്യം പരീക്ഷയ്ക്ക് ചോദിച്ചാൽ ഏത് രീതിയിൽ നമുക്ക് പെട്ടെന്ന് അതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാം എന്നുള്ളതിനാണ് നമ്മളിവിടെ പ്രാധാന്യം കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ചോദ്യവുമായി ബന്ധപ്പെടുത്തി ആ മെത്തേഡ് കൃത്യമായി മനസ്സിൽ ഉറപ്പിച്ചു പോകുക. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം. നമ്മുടെ ടോപ്പിക്ക് ശിഷ്ടവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. അപ്പോൾ ആദ്യം നമുക്ക് ശിഷ്ടം എന്താണെന്ന് ഒന്ന് മനസ്സിലാക്കാം, അല്ലേ? അപ്പോൾ അവിടെ വരുന്ന കുറച്ച് ടേമുകൾ, നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കുറച്ച് പദങ്ങൾ ഉണ്ട്. അപ്പോൾ അത് ആദ്യമേ ഒന്ന് കൃത്യമായി നോട്ട് ചെയ്യാം. നമുക്ക് ഒരു ചെറിയൊരു എക്സാമ്പിളിലേക്ക് വരാം. 14/3 എന്നൊരു ഹരണം ഞാൻ ചെയ്യാം. അപ്പോൾ 14/3 എന്ന ഒരു ഹരണം ചെയ്യുമ്പോഴത്തേക്ക് ഈ 14നും 3നും നമ്മൾ കൊടുക്കുന്ന ഒരു പേരുണ്ട്. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ അത്? 14, 3 എന്നീ 2 സംഖ്യകൾക്ക് കൃത്യമായ ഒരു പേര് പറഞ്ഞാൽ 14 ഈ ചോദ്യത്തിൽ ഹരിക്കപ്പെടുന്ന സംഖ്യയാണ്. ഏത് സംഖ്യയാണോ ഹരിക്കുന്നത് അതിനെ നമ്മൾ പറയുന്ന പേര് ഹാര്യം എന്നാണ്. ഓക്കെ, അപ്പോൾ ഈ ചോദ്യത്തിൽ 14നെ നമുക്ക് പറയാവുന്ന പേര് ഹാര്യം എന്നാണ്. ഹാര്യം. അതുപോലെ തന്നെ ഡിനോമിനേറ്ററിൽ വരുന്ന ഏത് സംഖ്യ കൊണ്ടാണോ ഹരിക്കുന്നത് അതിനെ പറയുന്ന പേര് ഹാരകം എന്നാണ്. അപ്പോൾ ഈ 2 പദങ്ങൾ കൃത്യമായി ഓർമ്മിച്ചിരിക്കുക. ഹാര്യം, ഹാരകം. അപ്പോൾ ഒരു ഡിവിഷനിൽ ഏത് സംഖ്യയാണോ ഹരിക്കുന്നത് അതിനെ നമ്മൾ ഹാര്യം എന്ന് വിളിക്കും. ഏത് സംഖ്യ കൊണ്ടാണോ ഹരിക്കുന്നത് അതിനെ നമ്മൾ ഹാരകം എന്ന് വിളിക്കും. അപ്പോൾ അവിടെ നമുക്ക് കിട്ടുന്ന റിസൾട്ടിലേക്ക് വരാം. 14നെ 3 കൊണ്ട് ഹരിക്കുക എന്ന് പറഞ്ഞാൽ താരതമ്യേന എളുപ്പമുള്ള ഒരു ഡിവിഷനാണ്. അപ്പോൾ അവിടെ കിട്ടുന്ന ഹരണഫലം എന്താണ്? ഹരണഫലം എന്ന് പറഞ്ഞാൽ 14ൽ എത്ര 3 ഉണ്ട്, 14ൽ എത്ര 3നെ നമുക്ക് പൂർണ്ണമായി കിട്ടും എന്നുള്ളതാണ് ഹരണഫലം. അപ്പോൾ 14ൽ നമുക്കറിയാം 4, 3, 12, 5, 3 നമുക്ക് കിട്ടില്ല. അപ്പോൾ അവിടെ ഹരണഫലമായിട്ട് നമുക്ക് കിട്ടുക 4 ആയിരിക്കും. അപ്പോൾ ഈ 4ന് എന്താണ് പറയുക? ഹരണഫലം എന്നാണ് പറയുക. 4ന് പറയുന്ന പേര് ഹരണഫലം. ഇപ്പം ഇതിനൊക്കെ ഇംഗ്ലീഷിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടേമുകളുണ്ട്, അത് പ്രത്യേകമായി ഓർത്തിരിക്കണം. ഇപ്പം 4ന് നമ്മൾ ഹരണഫലം എന്ന് പറഞ്ഞു. അതേപോലെ 4, 3 ചേർന്നാൽ 12ആയി. നമ്മുടെ സംഖ്യ 14ആണ്. അപ്പോൾ അവിടെ മിച്ചമായിട്ട് ഒരു 2 കിടപ്പുണ്ട്, അല്ലേ? ഈ 2ന് നമ്മൾ കൊടുക്കുന്ന പേരാണ് ശിഷ്ടം. അപ്പോൾ നമ്മൾ ഈ ടോപ്പിക്കിൽ പറഞ്ഞത് ശിഷ്ടത്തെ സംബന്ധിച്ച ചോദ്യങ്ങളെന്നാണ്. അപ്പോൾ ഒരു ഹരണത്തെ പറ്റി നമുക്ക് പറയാൻ സാധിക്കുന്ന ഡിഫറെൻറ്റ് ടേംസാണ് നമ്മളിപ്പോൾ ഈ ഒരു എക്സാമ്പിളിലൂടെ നമ്മൾ വരച്ചിട്ടിരിക്കുന്നത്, അല്ലേ? അതേതൊക്കെയാണെന്ന് ഒന്നുകൂടെ ഒന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ ഒരു സംഖ്യയെ മറ്റൊരു സംഖ്യ കൊണ്ട് ഹരിക്കുമ്പോൾ ഏത് സംഖ്യയാണോ ഹരിക്കുന്നത്, അല്ലെങ്കിൽ ന്യൂമറേറ്ററിലുള്ള സംഖ്യ ഏതാണോ അതിനെ നമ്മൾ ഹാര്യം എന്ന് വിളിക്കുന്നു. ഡിനോമിനേറ്ററിലുള്ളത്, അടിയിലുള്ളത്, അതിനെ ഏതുകൊണ്ടാണോ നമ്മൾ ഹരിക്കുന്നത് അതിനെ ഹാരകം എന്ന് വിളിച്ചു. അപ്പോൾ നമുക്ക് ഹരണഫലം 4 കിട്ടി, അതേപോലെ 2 ശിഷ്ടം കിട്ടി. മിച്ചം കിടക്കുന്ന ഒരു ഡിവിഷനിൽ പൂർണ്ണമായി എടുക്കാവുന്നത് എടുത്ത ശേഷം അവശേഷിക്കുന്നതിനാണ് എന്ത് പറയുക? ശിഷ്ടം എന്ന് പറയുക. അപ്പോൾ ഈ 4 ടേംസ് കൃത്യമായി ഒന്ന് ഓർമ്മിച്ചിരിക്കുക. അപ്പോൾ ആദ്യത്തെ 1-2 ചോദ്യങ്ങൾ നമുക്ക് ഈ പറയുന്ന ടേംസിനെ ആസ്പദമാക്കി ചോദിക്കാവുന്ന എളുപ്പമുള്ള ചില ചോദ്യങ്ങളാണ്. ചോദ്യം വായിക്കാം. ഒരു സംഖ്യയെ 12 കൊണ്ട് ഹരിച്ചപ്പോൾ ഹരണഫലം 21ഉം ശിഷ്ടം 7ഉമാണ്. സംഖ്യ ഏത്? അപ്പോൾ ഏതോ ഒരു സംഖ്യ, അതിനെ നമ്മൾ 12 കൊണ്ട് ഹരിക്കുന്നു. ഒരു സംഖ്യ എക്സ് ആണെന്ന് വിചാരിക്കുക.
അപ്പോൾ അതിനെ നമ്മൾ 12 കൊണ്ട് ഹരിച്ചു. അപ്പോൾ നമുക്ക് ഹരണഫലമായിട്ട് 21 കിട്ടി, കൂടാതെ ഒരു 7 ശിഷ്ടം കിട്ടി. ഇതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ അതിൽ സംഖ്യ ഏതാണ്, എക്സ് ഏതാണ് എന്നാണ് നമുക്കറിയാത്തത് അല്ലേ. ഡിവിഷനിൽ 4 വേരിയബിൾസ് ഉണ്ട്. അപ്പോൾ ആ 4 എണ്ണത്തിൽ 3 എണ്ണം നമുക്കറിയാം. ഏതൊക്കെ അറിയാം? ഹാരകം 12 ആണെന്നറിയാം, ഹരണഫലം 21 ആണെന്നറിയാം, ശിഷ്ടം 7 ആണെന്നും അറിയാം. നമുക്ക് ഹാര്യം എത്ര അല്ലെങ്കിൽ ഈ സംഖ്യ എത്ര എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ. ഈ 12 കൊണ്ട് ഹരിക്കുമ്പോൾ 21 ഹരണഫലം കിട്ടി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം 12നെ നമുക്ക് ഈ പറയുന്ന സംഖ്യയിൽ 21 തവണ കിട്ടുന്നുണ്ട്. ഈ സംഖ്യയിൽ 21 12 ഉൾപ്പെടുന്നുണ്ട്. അതിനുശേഷം ഒരു 7 മിച്ചമുണ്ട്. 21 12 എടുത്ത ശേഷം ഒരു 7 മിച്ചം കിട്ടാൻ മാത്രം വലിപ്പമുള്ള ഒരു സംഖ്യയാണ് എന്നർത്ഥം അല്ലേ. അപ്പോൾ 12 × 21 പിന്നെ ഒരു 7, അതാണ് നമ്മുടെ ഈ സംഖ്യ. അപ്പോൾ ഈ ഒരു കാൽക്കുലേഷൻ ചെയ്താൽ നമുക്ക് വേണ്ട ഉത്തരം കിട്ടും. 12 × 21 എത്രയാണെന്ന് കൂട്ടി നോക്കാം. 12 × 21 ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 252 ആണ്. 252നോട് 7 കൂട്ടിയാൽ നമുക്ക് വേണ്ട ഉത്തരമായി 259. അപ്പോൾ ചോദ്യം വ്യക്തമായല്ലോ. നമുക്ക് 21 12ഉം പിന്നെ ഒരു 7 മിച്ചവും കിടക്കാൻ വലിപ്പമുള്ള ഒരു സംഖ്യ എന്ന് പറഞ്ഞാൽ 21 × 12 252 പ്ലസ് 7 259 ആണ് നമുക്ക് വേണ്ട സംഖ്യ. രണ്ടാമത്തെ ചോദ്യം, 8 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 1 കിട്ടുന്ന ഏറ്റവും വലിയ രണ്ടക്ക സംഖ്യ ഏത്? ഒരു സംഖ്യ അത് രണ്ടക്ക സംഖ്യ ആയിരിക്കണം, അതിനെ 8 കൊണ്ട് ഹരിക്കുമ്പോൾ 1 ശിഷ്ടം കിട്ടണം. ഓക്കെ, ഞാനൊരു കാര്യം പറയാം. 8 കൊണ്ട് ഹരിച്ചാൽ 1 ശിഷ്ടം കിട്ടുന്ന ഏറ്റവും ചെറിയ സംഖ്യ അല്ലെങ്കിൽ ആദ്യത്തെ സംഖ്യ ഏതായിരിക്കും? 8ൻ്റെ ഒരു ഗുണിതത്തേക്കാൾ 1 കൂടുതലായിരിക്കണം. അപ്പോൾ അതിന് ഏറ്റവും ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് 9 അല്ലേ. 9നെ നമ്മൾ 8 കൊണ്ട് ഹരിക്കുന്നു, ഹരണഫലം നമുക്ക് 1 കിട്ടുന്നു, ശിഷ്ടം 1 കിട്ടുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള സംഖ്യകളാണ് ഉദ്ദേശിക്കുന്നത്. മറ്റൊരു എക്സാമ്പിൾ പറയാം. ഇനിയൊരു എക്സാമ്പിൾ ഏതായിരിക്കും? 8 × 2 16. 16നേക്കാൾ 1 കൂട്ടുക, അപ്പോൾ എത്രയായി? 17 ആയി. അപ്പോൾ ഇങ്ങനെയുള്ള സംഖ്യകളിലാണ് 9 17 അങ്ങനെയുള്ള സംഖ്യകളിലാണ് നമുക്ക് എന്ത് കിട്ടുക? 8 കൊണ്ട് ഹരിക്കുമ്പോൾ 1 ശിഷ്ടം കിട്ടുക. ഇനി നമ്മുടെ ചോദ്യം, അങ്ങനെയുള്ള ഏറ്റവും വലിയ രണ്ടക്ക സംഖ്യ ഏത്? അപ്പം നമുക്ക് ഓരോന്നോരോന്നായിട്ട് എടുത്തു പോകേണ്ട ആവശ്യമില്ല. നമുക്ക് ഏതിലേക്ക് പോയാൽ മതി? 100ന് താഴെ വരുന്ന 8ൻ്റെ ഏറ്റവും വലിയ ഗുണിതം ഏതാണെന്ന് നോക്കാം. 100ന് താഴെ വരുന്ന 8ൻ്റെ ഗുണിതം വെറുതെ ഒന്ന് മനസ്സിൽ ചിന്തിച്ച് നോക്കി. 10 8 80, 11 8 88, അടുത്തത് ഏതാണ്? 12 8 96. അപ്പോൾ 96 കഴിഞ്ഞാൽ പിന്നെ 104ലേക്കാണ് പോവുക. അപ്പോൾ 3 അക്കമായിപ്പോയി അല്ലേ. അപ്പോൾ നമുക്ക് വേണ്ടത് രണ്ടക്കത്തിലുള്ള 8ൻ്റെ ഏതെങ്കിലും ഗുണിതം എടുക്കുക, ഏറ്റവും വലിയ ഗുണിതം എടുക്കുക. ഏതാണ്? 96 ആണ്. അപ്പോൾ ഈ 96നെ 8 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശിഷ്ടം കിട്ടുന്നത് 0 ആയിരിക്കും. കാരണം അതൊരു 8ൻ്റെ ഗുണിതമാണ്. അപ്പോൾ 96നേക്കാൾ 1 കൂടുതലാണ് നമ്മുടെ സംഖ്യയെങ്കിൽ തീർച്ചയായും നമുക്ക് 8 കൊണ്ട് ഹരിക്കുമ്പോൾ 1 ശിഷ്ടം കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള ഏറ്റവും വലിയ സംഖ്യ ഏതാണ് എന്നാണ് ചോദ്യം. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഉത്തരം 97 ആണ്. 96നേക്കാൾ 1 കൂടുതൽ 97. ഇനി ഞാൻ ഇതിനകത്തുനിന്ന് ശകലം ഒന്ന് ചേഞ്ച് ചെയ്ത് മറ്റൊരു ചോദ്യം ചോദിക്കുകയാണ്. ഇതിനെ ഒന്ന് മാറ്റി ഒന്ന് റീഅറേഞ്ച് ചെയ്ത് മറ്റൊരു ചോദ്യമാക്കി മാറ്റുന്നു. അതായത് 8 കൊണ്ട് ഹരിച്ചാൽ 1 ശിഷ്ടം കിട്ടുന്ന അത്രയും ഭാഗം മാറ്റിയിട്ടില്ല. ഏറ്റവും ചെറിയ 3 അക്ക സംഖ്യ ഏത്? 8 കൊണ്ട് ഹരിച്ചാൽ 1 ശിഷ്ടം കിട്ടുന്ന ഏറ്റവും ചെറിയ 3 അക്ക സംഖ്യ ഏത് എന്നാണ് നമ്മൾ ചോദിക്കുന്നതെങ്കിൽ ഉത്തരം ഏതായിരിക്കും? 3 അക്ക സംഖ്യ ആകുമ്പോൾ 96ന് ശേഷമുള്ള ഗുണിതമാണ് നമ്മൾ എടുക്കേണ്ടത്. 96ന് ശേഷം വരുന്ന ഏതാണ്? 104 ആയിരിക്കും. ഏറ്റവും ചെറിയ 3 അക്ക ഗുണിതം 8ൻ്റെ ഏറ്റവും ചെറിയ 3 അക്ക ഗുണിതം ഏതാണ്? 104 ആണ്. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ 104നോട് 1 കൂട്ടുന്നു, 104നോട് 1 കൂട്ടിയാൽ നമുക്ക് കിട്ടുന്നത് 105 ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള പല പല പാറ്റേണിലുള്ള ചോദ്യങ്ങൾക്ക് നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കുക. ഒരു സംഖ്യയെ 48 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 41 കിട്ടും. അതേ സംഖ്യയെ 16 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം എത്ര കിട്ടും? ശ്രദ്ധിക്കുക, സംഖ്യ മാറുന്നില്ല. ഇത് വളരെ ഒരുപാട് തവണ ആവർത്തിച്ച് കണ്ടിട്ടുള്ളൊരു ചോദ്യമാണ്. സംഖ്യ മാറുന്നില്ല, നമ്മൾ ഈ പറയുന്ന ഡിവൈഡ് ചെയ്യുന്ന ഹാരകം മാറ്റുന്നു. ഓക്കെ, അപ്പോൾ ഒരു സംഖ്യയെ നമ്മൾ 48 കൊണ്ട് ഹരിച്ചു, ശിഷ്ടം കിട്ടിയത് 41.
അതേ സംഖ്യയെ 16 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം എത്ര കിട്ടും എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഞാനൊരു ഷോർട്ട് കട്ട് രീതിയിലേക്ക് വരികയാണ്. നമുക്ക് ഇതേ മാതൃകയിൽ 2 ചോദ്യങ്ങൾ ചെയ്ത് നമുക്ക് ആ ഒരു മെത്തേഡ് കൃത്യമായി മനസ്സിലാക്കാം. ഷോർട്ട് കട്ടായിട്ട് പറഞ്ഞാൽ, നമ്മൾ ഈ ചോദ്യത്തിൽ സംഖ്യ ഏതാണ് എന്ന് അന്വേഷിക്കാൻ പോകേണ്ട യാതൊരു ആവശ്യവുമില്ല. സംഖ്യ ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിക്കാനേ പോകുന്നില്ല. കാരണം നമുക്കത് ആവശ്യമില്ല. നമുക്ക് അത് കണ്ടുപിടിക്കാനും പറ്റില്ല, നമുക്ക് ആ ചോദ്യത്തിൽ ചെയ്യാനായിട്ട് അത് ആവശ്യവുമില്ല. 48ഉം 16ഉം തമ്മിലൊരു ബന്ധമുണ്ട്. 48ഉം 16ഉം തമ്മിലുള്ള ബന്ധം എന്താണ്? 48ൻ്റെ ഒരു ഘടകമാണ് 16. തിരിച്ചു പറഞ്ഞാൽ 16ൻ്റെ ഒരു ഗുണിതമാണ് 48. അപ്പോൾ ഈ ചോദ്യത്തിൽ നമ്മൾ ആദ്യമേ ഒബ്സർവ് ചെയ്യേണ്ട കാര്യം അതാണ്, 48ഉം 16ഉം തമ്മിലുള്ള ബന്ധം. അതായത് നമ്മുടെ ആദ്യത്തെ ഹാരകവും രണ്ടാമത്തെ ഹാരകവും പരസ്പരം എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? അത് ഗുണിതവും ഘടകവുമായ 2 സംഖ്യകളാണ്. അപ്പോൾ ഞാൻ പറയട്ടെ, ഈ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ അറിയണം, ഈ ടൈപ്പിൽ വരുന്ന ഒരു ചോദ്യത്തിൽ തീർച്ചയായും ഗുണിതവും ഘടകവുമായ 2 സംഖ്യകൾ വെച്ച് മാത്രമേ ചോദ്യം ചോദിക്കുള്ളൂ. അതെല്ലാം ഇപ്പോഴും അങ്ങനെയായിരിക്കും. ഈ 48ഉം 16ഉം എന്നുള്ളതിന് പകരം 48ഉം 17ഉം വെച്ച് നമുക്ക് ഒരിക്കലും ഈ ചോദ്യം ചോദിക്കാൻ പറ്റില്ല. കാരണം ആ ചോദ്യത്തിൽ നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാനും സാധിക്കില്ല. അപ്പോൾ അതൊന്ന് ഓർമ്മിച്ചിരിക്കുക. ഇനി ഈ 48 നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ ആവശ്യമില്ല. 48 നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ ആവശ്യമേ ഇല്ല. നമുക്ക് ഈ ഉത്തരം കണ്ടുപിടിക്കാൻ വേണ്ടത് 41 മാത്രമാണ്. അപ്പോൾ ആദ്യത്തെ ഹരണത്തിൽ നമുക്ക് ശിഷ്ടം കിട്ടിയത് 41ആണ്. എന്നാൽ രണ്ടാമത്തെ ഹരണത്തിൽ നമുക്കൊരിക്കലും 41 ശിഷ്ടം കിട്ടില്ല. കാരണം എന്താണ്? 41ൽ നിന്ന് നമുക്ക് പലതവണ 16 പുറത്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ 41നെ നമ്മൾ 16 കൊണ്ട് ഹരിക്കുന്നു. ഈ ചോദ്യത്തിൻ്റെ ഉത്തരത്തിന് നമ്മൾ ചെയ്യേണ്ടത് 41നെ ആദ്യത്തെ ശിഷ്ടത്തെ രണ്ടാമത്തെ ഹാരകം കൊണ്ട് നമ്മൾ ഹരിക്കുന്നു. അപ്പോൾ 16 2 തവണ പോവും അല്ലേ? 2 തവണ, അതായത് എത്ര പോവും? 32 പോവും. ഈ 32 പോയി കഴിഞ്ഞാൽ ബാക്കി നമുക്ക് കിട്ടുന്നത് 9ആണ്. ഈ 9ആണ് നമ്മുടെ ഉത്തരം. അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യത്തിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ആദ്യത്തെ റിമൈൻഡർ ശിഷ്ടത്തിനെ രണ്ടാമത്തെ ഹാരകം, അതായത് രണ്ടാമത്തെ ഡിവൈസർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. എന്നിട്ട് നമുക്ക് റിമൈൻഡർ ശിഷ്ടം എത്ര കിട്ടും എന്ന് ചെക്ക് ചെയ്യുന്നു. അത് തന്നെയായിരിക്കും നമ്മുടെ ഉത്തരം. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തത് 41നെ, ആദ്യത്തെ ശിഷ്ടമായ 41നെ രണ്ടാമത്തെ ഹാരകമായ 16 കൊണ്ട് ഹരിക്കുന്നു. എന്നിട്ട് 16ൻ്റെ ഇരട്ടി 32 അതിനകത്തുനിന്ന് പോവും. ആ 32 കുറച്ച ശേഷം അവശേഷിക്കുന്ന 9ആണ് ഉത്തരം. ഒരു സംഖ്യയെ 84 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 33 കിട്ടും. അതേ സംഖ്യയെ 14 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം എത്ര കിട്ടും? നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ പറഞ്ഞ അതേ കാര്യം തന്നെ മനസ്സിലാക്കാനായിട്ട് മറ്റൊരു ഉദാഹരണം പറഞ്ഞിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെയും ശ്രദ്ധിക്കുക, നമ്മൾ ആ പറഞ്ഞ റിലേഷൻഷിപ്പ് ഇവിടെയും ബാധകമാണ്. ഏതാണ്? 84ഉം 14ഉം തമ്മിലുള്ള സംഖ്യാപരമായ ബന്ധം. 84ഉം 14ഉം ഗുണിതവും ഘടകവുമായി നിൽക്കുന്ന സംഖ്യകളാണ്. കാരണം 14 6ആണ്, 84. ഇനി ആദ്യത്തെ ശിഷ്ടം എത്രയാണ്? ആദ്യത്തെ ശിഷ്ടം 33ആണ്. ആദ്യത്തെ ശിഷ്ടമായ 33നെ രണ്ടാമത്തെ ഡിവൈസർ ഹാരകമായ 14 കൊണ്ട് ഹരിക്കുന്നു. 33നെ 14 കൊണ്ട് ഹരിച്ചാൽ 14 2 തവണ, അതായത് 28 ആയിരിക്കും അതിനകത്തുനിന്ന് പോവുക. 33ൽ നിന്ന് പരമാവധി എടുക്കാവുന്ന 14കൾ എടുത്ത ശേഷം അവശേഷിക്കുന്ന സംഖ്യ എത്രയാണെന്ന് ചെക്ക് ചെയ്യുന്നു. അവശേഷിക്കുന്ന എത്രയാണ്? 5. അപ്പോൾ ഈ 5ആണ് നമുക്ക് ചോദ്യത്തിനുള്ള ഉത്തരമായി വരിക. അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. പക്ഷേ നമുക്ക് ഈ മെത്തേഡ് ഷുവർ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് നേരം നമ്മൾ നിന്ന് കറങ്ങും. അതായത് നമുക്ക് ഈ 84 ശ്രദ്ധിച്ചോ? നമ്മൾ ഈ ചെയ്ത സ്റ്റെപ്പിൽ എവിടെയെങ്കിലും നമ്മൾ 84 എന്ന സംഖ്യ ഉപയോഗിച്ചിട്ടുണ്ടോ? ഉപയോഗിച്ചിട്ടേ ഇല്ല. നമുക്ക് ഈ ചോദ്യത്തിൽ 84 ഉപയോഗമേ വരുന്നില്ല. പക്ഷേ 84 ഇല്ലാതെ ഒരിക്കലും ഈ ചോദ്യം പൂർണ്ണമാവില്ല. കാരണം എന്താണ്? 84ഉം 14ഉം തമ്മിലുള്ള ബന്ധം ഇങ്ങനെ ആയതുകൊണ്ടാണ് നമുക്ക് ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടുപിടിക്കാൻ സാധിക്കുന്നത്. അതിനുവേണ്ടിയാണ് അവിടെ 84 തന്നിരിക്കുന്നത്. പക്ഷേ ഈ ചോദ്യം സോൾവ് ചെയ്യുന്നിടത്ത് സ്റ്റെപ്പുകളിൽ നമ്മൾ ഈ 84 ഒരിടത്ത് പോലും ഉപയോഗിക്കുന്നില്ല എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പം സംഖ്യ എത്രയാണ് എന്നുള്ള തലത്തിലേക്ക് നമ്മുടെ ചിന്ത പോയാൽ നമുക്കവിടെ കുറേ സമയം അനാവശ്യമായിട്ട് നഷ്ടപ്പെടും. സംഖ്യ കണ്ടുപിടിക്കാം എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു പോയാൽ, അല്ലെ സംഖ്യ എക്സ് ആണെന്ന് വിചാരിക്കാം എന്നൊക്കെ ചിന്തിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായും അനാവശ്യമായി കുറേ സമയം പോവുകയാണ് ചെയ്യുക. അതേസമയം സ്റ്റെപ്പ് കൃത്യമായി അറിയാമെങ്കിൽ, മെത്തേഡ് ഷാർപ്പായിട്ട് ഓർത്തിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ഒരു 10 സെക്കൻഡ് ധാരാളമാണ്. ഈ ഒരു ചോദ്യം ചെയ്യാൻ ഒരു 10 സെക്കൻഡ് ധാരാളമാണ്. അപ്പോൾ ആ രീതിയിൽ കൃത്യമായി മെത്തേഡ് ഓർത്തിരിക്കുക. അടുത്ത ടൈപ്പിലേക്ക് പോകാം. ഒരു സംഖ്യയെ 8 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ശിഷ്ടം 7. സംഖ്യയുടെ ഇരട്ടിയെ 8 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ശിഷ്ടം
എത്ര? അപ്പോൾ ഇവിടെ ഹാരകം മാറുന്നില്ല, ഹാരകം 8 തന്നെയാണ്. ശ്രദ്ധിച്ചോ, 2 എക്സാമ്പിളുകളിലും ഹാരകം 8 തന്നെയാണ്. പിന്നെ എന്താണ് അവിടെ മാറുന്നത്? സംഖ്യ ഇരട്ടിയാകുന്നു. അതായത് ഹാര്യം, നമ്മൾ ഏത് സംഖ്യയാണോ ഹരിക്കുന്നത് ആ സംഖ്യയ്ക്കാണ് മാറ്റം വരിക. ഇവിടെയാണ് നമ്മൾ കഴിഞ്ഞ ചോദ്യവും ഈ ചോദ്യവുമായിട്ടുള്ള വ്യത്യാസം ശ്രദ്ധിക്കേണ്ടത്. കഴിഞ്ഞ ചോദ്യത്തിൽ എങ്ങനെയായിരുന്നു? കഴിഞ്ഞ 2 എക്സാമ്പിളുകളിൽ നമ്മൾ ചെയ്തത് ഈ ഹാര്യം, അതായത് ഡിവൈസറാണ് മാറുന്നത്, ഡിവിഡൻറ്റ് മാറുന്നില്ല. അതേസമയം ഇവിടെ വരുമ്പോഴത്തേക്ക് നേരെ തിരിച്ചാണ്, ഈ സംഖ്യ മാറുന്നുണ്ട്, അതിനെ നമ്മൾ ഹരിക്കുന്ന സംഖ്യ, അടിയിലുള്ള സംഖ്യ മാറുന്നില്ല. അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് മനസ്സിലാക്കാം. 8 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ശിഷ്ടം 7 ആണ്. ഒരു സംഖ്യയെ 8 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് 7 ശിഷ്ടം കിട്ടുന്നു. അപ്പം നമ്മൾ മനസ്സിലാക്കുക, ഈ സംഖ്യ ഇരട്ടിയാവുന്നുണ്ട്. സംഖ്യ ഇരട്ടിയാവുന്നു. സംഖ്യയിൽ നിന്ന് 7 ശിഷ്ടം കിട്ടിയെങ്കിൽ സംഖ്യ ഇരട്ടിയാവുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക, നമുക്ക് കിട്ടുന്ന ശിഷ്ടം 14 ആവും. സംഖ്യയിൽ നിന്ന് ഒരു തവണ സംഖ്യ എടുത്താൽ നമുക്ക് 7 ശിഷ്ടം കിട്ടുമെങ്കിൽ ഇരട്ടി സംഖ്യ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 14 ശിഷ്ടം കിട്ടും. പക്ഷേ നമുക്ക് 14 ഒരിക്കലും ശിഷ്ടമായിട്ട് നമുക്ക് എഴുതാൻ പറ്റില്ല. കാരണം എന്താണ്? ഈ 14 നിന്ന് നമുക്ക് 1 8 പുറത്തെടുക്കാനായിട്ട് സാധിക്കും. 14നെ 8 കൊണ്ട് ഹരിക്കുമ്പോൾ അതിനകത്തുനിന്ന് 1 8 പോയ ശേഷം നമുക്കൊരു 6 ആണ് അവിടെ മിച്ചം കിട്ടുക. അപ്പോൾ നമുക്കിവിടെ ഉത്തരമായിട്ട് വരുന്ന ഏതായിരിക്കും? 6 ആയിരിക്കും. ഞാൻ പറഞ്ഞ കാര്യം ഒന്നുകൂടി വ്യക്തമായിട്ട് പറയാം. നമ്മൾ ആദ്യത്തെ കണക്കിൽ 8 കൊണ്ട് ഹരിച്ചപ്പോൾ 7 ശിഷ്ടം കിട്ടി. കാരണം എന്താ? ഈ 7ൽ നിന്ന് ഇനി ഒരു 8 നമുക്ക് എടുക്കാനായിട്ട് കിട്ടില്ല. അതേസമയം രണ്ടാമത് വന്നപ്പോഴത്തേക്ക് സംഖ്യയുടെ വലിപ്പം ഇരട്ടിയായി. അപ്പോൾ 7 7 14ആയി അവിടെ അവശേഷിക്കുന്നത്. പക്ഷേ ആ 14ൽ നിന്ന് നമുക്കൊരു 8 കിട്ടും. അപ്പോൾ 14ൽ നിന്ന് ഒരു 8 കൂടെ പോയ ശേഷം ബാക്കി എത്രയുണ്ട്? 6 ആയിരിക്കും നമുക്ക് ഈ ചോദ്യത്തിൽ കിട്ടുന്ന ഉത്തരം. സിമിലറായിട്ടുള്ള ഒരു എക്സാമ്പിളും കൂടെ നോക്കാം. ഒരു സംഖ്യയെ 13 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ശിഷ്ടം 8. സംഖ്യയുടെ 4 മടങ്ങിനെ 13 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ശിഷ്ടം എത്ര? അപ്പോൾ ഇവിടെ നമ്മൾ ഹരിക്കുന്നത് 13 കൊണ്ടാണ്. അപ്പോൾ സംഖ്യ എടുത്തപ്പോൾ കിട്ടിയ ശിഷ്ടം 8 ആണ്. സംഖ്യയെ 13 കൊണ്ട് ഹരിച്ചപ്പോൾ നമുക്ക് 8 ശിഷ്ടം കിട്ടി. സംഖ്യ 4 മടങ്ങായി. അപ്പോൾ സംഖ്യ 4 മടങ്ങാവുമ്പോൾ കിട്ടുന്ന ശിഷ്ടവും 4 മടങ്ങാകുമെന്ന് വിചാരിക്കാം. അതായത് 8ൻ്റെ 4 മടങ്ങായ 32. പക്ഷേ നമ്മൾ ഹരിക്കുന്നത് 13 കൊണ്ടാണ്. അപ്പോൾ ഈ 32ൽ നിന്ന് നമുക്ക് കുറച്ച് 13 എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ 32നെ നമ്മൾ 13 കൊണ്ട് വീണ്ടും ഹരിക്കുന്നു. ഈ 32നെ 13 കൊണ്ട് ഹരിക്കുമ്പോൾ 13 2 26 പോകും, അവശേഷിക്കുന്നത് 6. അപ്പം നമ്മുടെ ഉത്തരം എത്രയായിരിക്കും? 6 ആയിരിക്കും ഉത്തരം കിട്ടുക. നമ്മൾ ചെയ്യുന്ന ഇത്രേ ഉള്ളൂ. ഈ ചോദ്യത്തിൽ ഉള്ള വ്യത്യാസങ്ങളൊന്ന് ശ്രദ്ധിച്ചു പോവുക. നമുക്ക് കഴിഞ്ഞ ചോദ്യത്തിൽ സംഖ്യ ഇരട്ടിയായെന്നാണ് പറയുന്നത്, ഇവിടെ 4 മടങ്ങായെന്നാണ് പറയുന്നത്. നമുക്കിത് എങ്ങനെ വേണമെങ്കിലും മാറ്റി മാറ്റി നമുക്ക് ചോദിക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് സംഖ്യ ഇരട്ടിയായി എന്നായിരുന്നു പറഞ്ഞിരുന്നതെങ്കിൽ എത്രയാകും ഉത്തരവെന്ന് നമുക്ക് നോക്കാം. സംഖ്യ ഇരട്ടിയാകുന്നു എന്നാണെന്ന് പറഞ്ഞിരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആദ്യത്തെ ശിഷ്ടമായ 8നെ ഇരട്ടിയാക്കുന്നു, 16 എടുക്കുന്നു. ആ 16ൽ നിന്ന് ഒരു 13 നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ, അല്ലേ? അപ്പോൾ ആ 16ൽ നിന്ന് ഒരു 13 പോയ ശേഷം ബാക്കി എത്രയുണ്ട്? 3 ആയിരിക്കും നമുക്ക് ഉത്തരമായിട്ട് വരിക. 3 മടങ്ങാവുന്നു എന്ന് പറഞ്ഞാലോ? 3 മടങ്ങാവുന്നു എന്ന് പറഞ്ഞാൽ 8 × 3 24 ആയിരിക്കും വരിക. 24ൽ നിന്നും നമുക്കൊരു 13 എടുക്കാൻ പറ്റും. അപ്പോൾ ആ 24ൽ നിന്നും ഒരു 13 പോയ ശേഷം നമുക്ക് കിട്ടുന്നത് എത്രയായിരിക്കും? 24ൽ നിന്ന് 13 പോയാൽ 11 ആയിരിക്കും കിട്ടുക. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ഉത്തരം മാറിക്കൊണ്ടിരിക്കും. ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ചോദ്യം ചോദിക്കാം. ഇപ്പോൾ ആദ്യത്തെ സെൻറ്റൻസ് പറഞ്ഞ ശേഷം നമുക്ക് സംഖ്യയുടെ 4 മടങ്ങെന്നോ 5 മടങ്ങെന്നോ ഇരട്ടിയെന്നോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് മാറി മാറി ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അപ്പോൾ ഇനി നമ്മൾ മറ്റൊരു മോഡലിലേക്ക് വരികയാണ്. ഇത് കേരള PSCയുടെ മുൻവർഷ ചോദ്യപേപ്പറിൽ ഉണ്ടായിരുന്ന ഒരു ചോദ്യമാണ്. 89 × 108 × 124നെ 11 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം എത്ര? അപ്പോൾ 3 താരതമ്യേന വലിയ സംഖ്യകളെ തമ്മിൽ ഗുണിക്കുന്നു. അപ്പോൾ ഗുണിക്കുന്ന ഒരു ഗുണനഫലം, ആ ഗുണനഫലത്തെ 11 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം എത്ര കിട്ടും എന്നുള്ളതാണ് ചോദ്യം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഊഹിക്കാം, ഈ 89, 108, 124 3 സംഖ്യകളെ ഗുണിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കത് താരതമ്യേന വളരെ സമയമെടുക്കുന്ന ഒരു കാര്യമായിരിക്കും. അപ്പോൾ ഇതിനെ ഗുണിക്കാതെ എങ്ങനെ ഉത്തരത്തിലേക്ക് എത്താം എന്നാണ് ഷോർട്ട് കട്ട് രീതിയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ചോദ്യത്തിൽ നമ്മൾ ചെയ്യേണ്ടത് 89 ഉണ്ട്, അതേപോലെ 108 ഉണ്ട്, 124 ഉണ്ട്. ഈ 3 സംഖ്യകളെയും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് 11 കൊണ്ട് ഹരിക്കുന്നു എന്ന് വിചാരിക്കുക.
സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ 11 കൊണ്ട് ഹരിക്കുന്നു എന്ന് വിചാരിക്കുക. ഞാൻ ഫുള്ളായിട്ട് ഹരണത്തിൻ്റെ സ്റ്റെപ്പിലേക്ക് പോകുന്നില്ല, കാരണം നമുക്കത് എവിടെയാണ് നമുക്ക് കുറച്ചുകൂടി ഒന്ന് സമയം ലാഭിക്കാൻ സാധിക്കുക എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ ഈ 89-ൽ നിന്ന് എത്ര 11 പോകുന്നു മാത്രം നിങ്ങളൊന്ന് പറയാം. 89-ൽ നിന്ന് പോകുന്ന 11ൻ്റെ ഗുണിതം എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. 88 ശരിയല്ലേ? 88. ആ 88 പോയ ശേഷം അവശേഷിക്കുന്ന ശിഷ്ടം നോക്കുക. 1 ആദ്യത്തെ സംഖ്യയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ശിഷ്ടം. ഇതേപോലെ രണ്ടാമത്തെയും മൂന്നാമത്തെയും സംഖ്യകളിൽ നിന്നും ആ ശിഷ്ടം എടുക്കുക. ഇപ്പോൾ 108 ആണെങ്കിൽ 108-ൽ നിന്ന് എത്ര പോകും? മേളിൽ വരുന്ന 110, താഴെ വരുന്നത് 99. അപ്പോൾ 108-ൽ നിന്ന് എത്ര പോകുമെന്ന് ചോദിച്ചാൽ 99 ആയിരിക്കും പോവുക. 108-ൽ നിന്ന് 99 പോയ ശേഷം നമുക്ക് അവശേഷിക്കുന്നത് 9 ആയിരിക്കും. അപ്പോൾ 1 വന്നു, 9 വന്നു. അതേപോലെ 124-ന് താഴെ വരുന്ന 11ൻ്റെ ഗുണിതം എല്ലാവരും അറിഞ്ഞിരിക്കണം, കാരണം അത് 11ൻ്റെ സ്ക്വയറാണ്, 121. അപ്പോൾ ആ 121 പോയ ശേഷം അവിടുന്ന് മിച്ചം വരുന്നത് 3 അല്ലേ? അപ്പോൾ 1, 9, 3 ഇങ്ങനെ 3 ശിഷ്ടങ്ങൾ നമുക്ക് കിട്ടി. ഈ 3 ശിഷ്ടങ്ങളുടെയും ഗുണനഫലം എടുക്കുന്നു. 1 × 9 × 3 27. ഈ 27-നെ നമ്മൾ 11 കൊണ്ട് ഹരിക്കുകയാണ്. 27-നെ 11 കൊണ്ട് ഹരിക്കുന്നു. 27-നെ 11 കൊണ്ട് ഹരിച്ചാൽ നമുക്കതിൽ നിന്ന് 22 പോവുക അല്ലേ? 27-ൽ നിന്ന് 2 11 കിട്ടും. ആ 22 കുറച്ച ശേഷം നമുക്കൊരു അവിടെ ഒരു ശിഷ്ടം കിട്ടും, 5. ഉത്തരമായി. അപ്പോൾ ഈ ഒരു ചോദ്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? നമുക്ക് ഈ 3 സംഖ്യകളുടെ ഓരോന്നിൻ്റെയും സെപ്പറേറ്റ് ആയിട്ട് 11 കൊണ്ട് ഹരിക്കുമ്പോൾ എത്ര ശിഷ്ടം കിട്ടുന്നുണ്ട് എന്നുള്ളത് ചെക്ക് ചെയ്യുന്നു. ആ കിട്ടിയ ശിഷ്ടങ്ങളുടെ ഗുണനഫലമായ 27 നമ്മൾ കണ്ടുപിടിച്ചു. ആ 27-നെ 11 കൊണ്ട് ഹരിക്കുന്നു. അവിടെ കിട്ടുന്ന ശിഷ്ടം എത്രയാണ് എന്നുള്ളത് ചെക്ക് ചെയ്യുന്നു. ഈ ഒരു മെത്തേഡ് അറിയില്ലെങ്കിൽ നമുക്ക് സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ഗുണനഫലം കണ്ടുപിടിച്ച് അതിനെ ഒരു പ്രോപ്പർ ഡിവിഷനിലൂടെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്ത് അവിടുത്തെ ശിഷ്ടം എടുക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നതെങ്കിൽ തീർച്ചയായും നമുക്കൊരു 3-4 ചോദ്യങ്ങൾ ചെയ്യാനുള്ള സമയമായിരിക്കും നമ്മളവിടെ നഷ്ടപ്പെടുത്തുക. അപ്പോൾ അതുകൊണ്ട് കൃത്യമായി ഓർത്തിരിക്കുക. സമാനമായ ഒരു ഉദാഹരണം കൂടി നോക്കാം. 77, 86, 113 ഈ ഗുണനഫലത്തെ 12 കൊണ്ട് ഹരിക്കുന്ന രീതിയിലാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ 77 ഒരു സംഖ്യ, 86 രണ്ടാമത്തെ സംഖ്യ, 113 മൂന്നാമത്തെ സംഖ്യ. 77-ൽ നിന്ന് നമുക്ക് കിട്ടുന്ന 12ൻ്റെ ഏറ്റവും വലിയ ഗുണിതം 12×6 72. 86-ൽ നിന്നാണെങ്കിൽ 12×7 84 കിട്ടുക. 113 ആണെങ്കിലോ 12 × 9 ചെയ്യുമ്പോൾ കിട്ടുന്ന 108 പോവുക. അപ്പോൾ ഈ ഡിഫറൻസസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ കിട്ടുന്ന 3 ശിഷ്ടമായ സംഖ്യകളുണ്ട്. 77 - 72 5. 86-ൽ നിന്ന് 84 പോയാൽ 2. 113-ൽ നിന്ന് 108 പോയാൽ അവശേഷിക്കുന്നത് വീണ്ടും 5. 5 × 2 × 5. 2 × 5 10. 5 × 10 50 നമുക്ക് അവിടുന്ന് ഗുണനഫലമായിട്ട് കിട്ടുക. അപ്പോൾ ഈ 50-നെ നമുക്ക് ഡിവൈഡ് ചെയ്യേണ്ട സംഖ്യയായ 12 കൊണ്ട് ഹരിക്കുന്നു. 50-നെ 12 കൊണ്ട് ഹരിച്ചാൽ 12 50-ൽ നിന്ന് 4 തവണയാണ് കിട്ടുക. ആ 4 12 പോയ ശേഷം അവിടെ ബാക്കിയുള്ളതാണ് നമുക്ക് വേണ്ട ഉത്തരം. ഉത്തരം 2. അപ്പോൾ ഇന്നത്തെ ഈ സെഷനിലൂടെ നമ്മൾ പഠിച്ചത് ശിഷ്ടത്തെ സംബന്ധിച്ച് PSC ആവർത്തിച്ച് ചോദിക്കുന്ന ചില ചോദ്യമാതൃകകളാണ്. അപ്പോൾ അവയിൽ ഓരോന്നിലും നമ്മൾ ഫോളോ ചെയ്യേണ്ട കൃത്യമായ ഒരു മെത്തേഡുണ്ട്. ആ ഒരു മെത്തേഡ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ചോദ്യങ്ങളൊന്നും നമുക്കൊരിക്കലും നഷ്ടപ്പെടില്ല. അപ്പോൾ ആ കൃത്യമായിട്ട് ആ പറഞ്ഞ രീതിയിൽ ഓർമ്മിച്ചിരിക്കുക. അപ്പോൾ ഓരോ ചോദ്യങ്ങൾക്കും ഓരോ പ്രത്യേകതകളുണ്ട് അല്ലേ? നമ്മൾ ആ ക്വസ്റ്റ്യൻ ടൈപ്പ് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിനാണ് പകുതി മാർക്ക്. നമ്മളൊരു ചോദ്യ മാതൃക കണ്ടാൽ നമ്മൾ മുമ്പ് പഠിച്ച ആ ഒരു കാര്യം നമ്മൾ അവിടെ നിന്ന് റീകളക്ട് ചെയ്യുന്നു, നമുക്ക് ആ ചോദ്യം ഏതാണെന്ന് മനസ്സിലാക്കുന്നു, എന്നിട്ട് അതിന് നമ്മൾ പഠിച്ച മെത്തേഡ് അതേപടി ഉപയോഗിക്കുന്നു. അപ്പോൾ ഓരോ ചോദ്യത്തിനും കിട്ടുന്ന ഓരോ മാർക്കും നമുക്ക് വളരെ വിലപ്പെട്ടതാണ്. നമ്മൾ പഠിച്ചു പോകുന്ന ചോദ്യങ്ങളിൽ ഒന്നുപോലും ഒരു ഫ്യൂച്ചർ എക്സാമിന് നമുക്ക് നഷ്ടപ്പെടാൻ സാധ്യതയില്ലാത്ത രീതിയിൽ കൃത്യമായി മികച്ച രീതിയിൽ പഠിക്കാം.